ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മോരുകറിയാണ്, അല്ലെങ്കിൽ പുളിശ്ശേരി. പുളിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു 3 കൈപ്പിടി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു നുള്ളു ജീരകം, ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി, 2 പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഞാൻ വീട്ടിൽ ഉറച്ചു വെച്ചേക്കുന്ന തൈരാണ് ഇതിന് വേണ്ടി എടുത്തേക്കുന്നത്. ആ തൈരും നല്ലപോലെ മിക്സിയിലിട്ട് അടിച്ചു. അതിന് ശേഷം ഒരു ചട്ടി അടപ്പത്ത് വെച്ചു. ചട്ടി ചൂടായപ്പോൾ ഈ അരപ്പും അതിനകത്തേക്ക് മോരും ചേർത്ത് നന്നായിട്ട് ചൂടാക്കി. നല്ലപോലെ ചൂടായതിന് ശേഷം ഉപ്പ് ചേർത്തു. അതിന് ശേഷം കടുക് വറുക്കാനായിട്ട് വെച്ചു. ഒരു ചട്ടി അടപ്പത്ത് വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. കടുകിട്ടു. കടുക് പൊട്ടിയതിന് ശേഷം അതിനകത്തേക്ക് ചെറിയൊരു സവാള കൊത്തി അരിഞ്ഞത് ചേർത്തു. അതോടൊപ്പം തന്നെ ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്തു. അതിനുശേഷം അതിനകത്തേക്ക് പച്ചമുളക് ചേർത്തു. ഒരു തക്കാളിയുടെ പകുതി ചേർത്തു. അതിനുശേഷം അതിനകത്തേക്ക് ചുമന്ന മുളക് ചേർത്തു, അതായത്